യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ഈ സമയം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന ഒരു നല്ല സമയമാണ്. കഴിഞ്ഞ മാസം 2-ാം ശനിയാഴ്ച ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കാൻ ഒരു അവസരവും ഭാഗ്യവും ദൈവം ഒരുക്കി തന്നു. ഈ മാസത്തിലെ 3-ാം ശനിയാഴ്ച ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ, അല്പനേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, ദൈവവചനം ധ്യാനിക്കാൻ, ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ എല്ലാം ദൈവം നൽകിയ എല്ലാ അവസരത്തിനും സമയത്തിനും നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നൽകുന്ന പ്രാർത്ഥനയ്ക്ക്, പ്രോത്സാഹനത്തിന്, ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമാകത്തക്ക വിധം ഷെയർ ചെയ്തതിന് നന്ദി പറയുകയാണ്. ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. നമുക്കതൊക്കെ ഒന്ന് മനസ്സിലോർത്ത് തുടക്കത്തിലെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഇതൊരു സമൂഹമായിരുന്നായിരിക്കും ഈ സമയം ചെലവഴിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഓരോ ചെറിയ കമ്മ്യൂണിറ്റി ആയി ഇരുന്ന് 3-4 പേരൊക്കെ ഇരുന്നായിരിക്കും വചനങ്ങളെ കേൾക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രാർത്ഥന നടത്തുവാൻ തന്നെ കാരണം, ഞാൻ പരിചയപ്പെട്ട അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വന്ന പല സിസ്റ്റേഴ്സും അവരവരുടേതായ ഒത്തിരി വിഷമങ്ങളും വേദനകളും ഉള്ളവരെ ഞാൻ കണ്ടു. അവർക്കൊക്കെ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും ദൈവാനുഗ്രഹവും ഒക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ ശുശ്രൂഷയെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ കാരണമായത്. നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ സഭയെയും ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെല്ലാ അധികാരികളെയും, എല്ലാ ശുശ്രൂഷകളെയും, ഇടവകകളിലും ഹോസ്പിറ്റലുകളിലും പാവപ്പെട്ടവർക്കായും അഗതികൾക്കായും മനോവൈകല്യമുള്ളവർക്കായും ഒക്കെ ചെയ്യുന്ന, വേറൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയാത്ത ശ്രേഷ്ഠമായ ഒത്തിരി ശുശ്രൂഷകൾ ദൈവമഹത്വത്തിനായി ചെയ്യുന്നവരാണ് ഓരോരുത്തരും. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം വിളിച്ച് വേർതിരിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയ, ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. രോഗികളായ എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർക്കുന്നു. പ്രായമായവർ, മറ്റു ജോലികളൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നവർ, ചില രോഗപീഠകളിൽ വിഷമിക്കുന്നവർ, ഒരുപാട് ജോലി ഭാരം അനുഭവിക്കുന്നവർ, ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നവർ, വീട്ടിലുള്ളവരെക്കുറിച്ച് ചില വേദനകളുള്ളവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ ചില പ്രയാസങ്ങൾ നമ്മുടെയും കൂടെ ചില പ്രയാസമാണ്. ഇങ്ങനെ പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, അതോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ അവരവർക്ക് ദൈവം കൊടുത്ത ശ്രേഷ്ഠമായ ആ വിളിയെ നമുക്ക് ഓർക്കാം. നന്ദിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ധാരാളം ദൈവത്തിൽ നിന്ന് ധാരാളം നന്മകൾ അനുഭവിക്കാൻ, ശക്തി അനുഭവിക്കാൻ, ദൈവമഹത്വത്തിനായി എല്ലാ കാര്യവും ചെയ്യുവാൻ, ദൈവനാമ മഹത്വത്തിനായി എല്ലാ കാര്യവും ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പനേരം ദൈവവചനം കേൾക്കാം. അതിനുശേഷം നമുക്ക് ആരാധനയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് അല്പനേരം ആരാധന നടത്തി ഈ സമയം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ നമുക്ക് മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ ദൈവസന്നിധിയിൽ തല താഴ്ത്തി നിൽക്കാൻ ഇടയാകരുത്. തല താഴ്ത്തി നിൽക്കാൻ നമ്മളൊക്കെ മരിക്കും.
മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ, ദൈവസന്നിധിയിലെത്തുമ്പോൾ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, കടമകൾ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് സ്വർഗത്തിൽ തല താഴ്ത്തി നിൽക്കാൻ ഇടയാകല്ലേ. 2, ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ എൻ്റെ പേര് വിളിച്ച് എന്നോടിങ്ങോട്ട് കയറി വരിക എന്ന് പറയുന്നത് കേൾക്കാൻ ഒരു ഭാഗ്യം എനിക്ക് തരണമേ. നമ്മൾ മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ മകനെ, മകളെ, കയറി വരിക എന്ന് പറയുന്നത് കേൾക്കാൻ അബ്രാഹവും ഇസഹാക്കും യാക്കോബും ഏലിയായും പ്രവാചകന്മാരും ശ്രേഷ്ഠരായ പിതാക്കന്മാരും വിശുദ്ധരും ഒക്കെ ആയിരിക്കുന്ന സ്വർഗത്തിലേക്ക് മകനെ, മകളെ, നിങ്ങളിങ്ങോട്ട് കയറി വാ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാൻ ഭാഗ്യം തരണമേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ശ്രദ്ധിക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. അതിൻ്റെ ഹെഡിങ് തന്നെ പ്രയർ, യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്നാണ്. പ്രാർത്ഥന, പ്രയർ ലൈഫ്, പ്രാർത്ഥനാ ജീവിതം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥനാ ജീവിതം. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് പ്രാർത്ഥനാ ജീവിതം, പ്രയർ ലൈഫ്. ഈ പ്രാർത്ഥനാ ജീവിതത്തിന് കോട്ടം വരുമ്പോഴാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കോട്ടം വരുന്നത്, കുറവ് വരുന്നത്. പ്രാർത്ഥനയ്ക്ക് കോട്ടം വരുമ്പോഴാണ് എല്ലാ കാര്യങ്ങളിലും, പല കാര്യങ്ങളിലും കോട്ടവും നഷ്ടവും ഒക്കെ വരുന്നത്. പ്രാർത്ഥനാ ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? കുറച്ചു നേരമെങ്കിലും ബൈബിൾ തുറന്നു വച്ച് സത്യസന്ധമായ ആ വചനത്തെപ്പറ്റി ധ്യാനിക്കാൻ ഒരല്പസമയം കിട്ടാറുണ്ടോ? വ്യക്തിപരമായി കുറച്ചു നേരം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ കഴിയാറുണ്ടോ? പ്രാർത്ഥനാ ജീവിതം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ ജീവിതം തിരിച്ചു പിടിക്കണം. നമ്മുടെ പ്രാർത്ഥന ഒരു നട്ടെല്ലാണ്. നമ്മളെ പിടിച്ചു നിർത്തുന്ന, നേരെ നിർത്തുന്ന ഒരു ശക്തിയാണ് പ്രാർത്ഥനാ ജീവിതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യേശു പോലും പ്രാർത്ഥിച്ചിരുന്നു. ധാരാളം ശുശ്രൂഷകൾ ആ കാലഘട്ടത്തിൽ യേശു ചെയ്തിരുന്നു. ജനങ്ങൾ തിങ്ങിക്കൂടുമായിരുന്നു. 5000-കണക്കിന് പുരുഷന്മാർ തന്നെ ഒരുമിച്ച് കൂടിയ വലിയ വലിയ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. തിരക്കുണ്ടായിരുന്നു. തിരക്കിനിടയിലും അവൻ എഴുതിയിട്ടുണ്ട്, അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. പ്രാർത്ഥിക്കാൻ പഠിക്കണം. പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് പ്രാർത്ഥന. എന്തെങ്കിലുമൊക്കെ ചെല്ലുന്നതല്ല. പ്രാർത്ഥിക്കാൻ പഠിക്കണം. പ്രാർത്ഥിക്കാൻ അറിയണം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ പകരുവാൻ പഠിക്കണം. പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഇവിടെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. ശിഷ്യന്മാരാണ് യേശുവിനോട് ചോദിക്കുന്നത്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടും ടെൻഷനും പേടിയും വിഷമവും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാകുന്ന ഒരു ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്. പല വീടുകളിലും വഴക്കുണ്ടാകുന്നത് പ്രാർത്ഥനയെ ചുറ്റിപ്പറ്റിയാണ്. പല വിഷമവും വഴക്കും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്നത്. ശിഷ്യന്മാർ യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആ പ്രാർത്ഥന കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നുവാണ്, ഇതുപോലെ പ്രാർത്ഥിക്കാൻ പഠിക്കണം.
നമ്മുടെ പ്രാർത്ഥന കണ്ട് വേറൊരാൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നണം. അതുപോലൊരു നല്ല പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. നമ്മുടെ പലരുടെയും പ്രാർത്ഥന കണ്ടിട്ടാണ് പലരും പ്രാർത്ഥന നിർത്തിയത്. വീടുകളിലുള്ള ചിലരുടെ പ്രാർത്ഥന കണ്ടിട്ട് ആ വീട്ടിലെ പലരും പ്രാർത്ഥിക്കാതെയായി. ഇവിടെ യേശുവിൻ്റെ പ്രാർത്ഥന കണ്ടപ്പോൾ എന്തു പ്രാർത്ഥന എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്ന ശിഷ്യന്മാരെയല്ല, ആ പ്രാർത്ഥന കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നി ഇതുപോലെയൊന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്ന്. നമുക്ക് ആദ്യം ഒന്ന് ആഗ്രഹിക്കാം, നമ്മുടെ പ്രാർത്ഥന കണ്ട്, നമ്മുടെ പ്രാർത്ഥനാ രീതി കണ്ട് പ്രാർത്ഥന ഇഷ്ടമുണ്ടാകുന്ന ഒരുപാട് പേരുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന കണ്ട് വേറൊരാൾ പ്രാർത്ഥന നിർത്താനിടയാകരുത്. നമ്മുടെ പ്രാർത്ഥന കണ്ട് പലർക്കും ഇതുപോലെ ഇതിനേക്കാൾ നന്നായി പ്രാർത്ഥിക്കാൻ തോന്നണം. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കട്ടെ, യേശു എന്തെല്ലാം കാര്യങ്ങൾ യേശുവിന് അറിയായിരുന്നു? യേശുവിന് അന്ധനെ സുഖപ്പെടുത്താൻ അറിയായിരുന്നു. 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ അറിയാമായിരുന്നു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ അറിയായിരുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ അറിയായിരുന്നു. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ അറിയായിരുന്നു. ഇതെല്ലാം യേശുവിന് അറിയായിരുന്നു. യേശുവിന് പ്രാർത്ഥിക്കാനും അറിയായിരുന്നു. എന്തുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചില്ല, കർത്താവേ, അങ്ങ് 5 അപ്പം 5000 പേർക്ക് കൊടുത്തല്ലോ, അതേപോലെ അപ്പം വർദ്ധിപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ? ചോദിച്ചില്ല. അല്ല, യേശു കുറച്ചു നാൾ മുമ്പ് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയായിരുന്നു. അതേപോലെ ഈ കുഷ്ഠരോഗമുള്ളവരെ, ശരീരത്തിൽ വിഷമിക്കുന്നവരെ സുഖപ്പെടുത്താൻ ഞങ്ങളിൽ കുറച്ചു പേരെ പഠിപ്പിക്കണമേ? ചോദിച്ചില്ല. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു, ശിഷ്യന്മാർ ചോദിച്ചില്ല, ഞങ്ങളിൽ 1-2 പേരെ അതേപോലെയൊന്ന് നടക്കാൻ പഠിപ്പിക്കണമേ? അന്ധൻ്റെ കണ്ണ് തുറന്നു, സൗഖ്യമാക്കി, തൊട്ട് സൗഖ്യമാക്കി, നിമിഷ നേരം കൊണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ. അതിൻ്റെ ഒരു ചടങ്ങുകളും ആവശ്യമില്ല. ഇന്നൊരു കണ്ണാശുപത്രിയിൽ പോയി കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എത്ര പ്രാവശ്യം ഡോക്ടറെ കാണണം, എത്ര ചെക്കപ്പ് നടത്തണം, എന്തെല്ലാം മരുന്ന് കണ്ണിൽ ഒഴിക്കണം, ഓപ്പറേഷൻ ചെയ്താലും എത്ര ദിവസം, ആഴ്ചകളോളം റെസ്റ്റ് ചെയ്യണം, കണ്ണാടി വെച്ച് നടക്കണം, പ്രത്യേകതരം കണ്ണാടിയൊക്കെ വെച്ച് നടക്കണം. ഇതൊന്നും വേണ്ട. കണ്ണ് യേശു തൊട്ടു സൗഖ്യമായി. ശിഷ്യന്മാർ ചോദിച്ചില്ലല്ലോ. അതേപോലെ പെട്ടെന്ന് അന്ധരായ വ്യക്തികളെ, കണ്ണിന് പ്രശ്നമുള്ളവരെ, ശരീരത്തിന് പ്രശ്നമുള്ളവരെ സുഖപ്പെടുത്താൻ ഞങ്ങളിൽ 1-2 പേരെ പഠിപ്പിക്കുക. ഇതൊന്നും പഠിപ്പിക്കാൻ ചോദിക്കാതെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുവാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ? പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. ശിഷ്യന്മാർക്കും മനസ്സിലായി എല്ലാ അത്ഭുതവും നടക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണെന്ന്. പ്രാർത്ഥനയിലൂടെയാണ്. യേശു പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് അത്ഭുതങ്ങളെ ചെയ്തത്. പ്രാർത്ഥിക്കുന്നവന് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ മതി, ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും അതിനോടൊപ്പം ചേർന്ന് വരും. ശിഷ്യന്മാർക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ചത്, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. നമുക്കൊന്ന് ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അത്ഭുതം ചെയ്യാനല്ല പഠിക്കേണ്ടത്, പ്രാർത്ഥിക്കാനാണ് പഠിക്കേണ്ടത്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചെയ്യാൻ കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. മനസ്സുരുകി ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാൻ ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞത്, 1 മാസം കഴിയട്ടെ, കുറച്ച് നാൾ ഞാൻ അതിനു വേണ്ടി ഒന്ന് തയ്യാറാകട്ടെ എന്നൊന്നുമല്ല. ഉടനെ തന്നെ 2ാമത്തെ വാക്യം അവൻ അരുളി ചെയ്തു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവിൻ. ഉടനെ പ്രാർത്ഥന പഠിപ്പിക്കുവാണ്. ഉടനെ പ്രാർത്ഥന പഠിപ്പിക്കുവാണ്. 1 മാസം കഴിഞ്ഞല്ല, അത്രയും
വേഗത്തിൽ തന്നെ ആ പ്രാർത്ഥന പഠിപ്പിച്ചെങ്കിൽ അത് യേശുവിനെ ഒത്തിരി സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അത്യാവശ്യമുള്ളതുമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നവനെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. പ്രാർത്ഥന അത്ര അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ നാളെ 10 മണിക്കാട്ടെ എന്ന് പറഞ്ഞില്ല, അന്നേരം തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, തൊട്ടു താഴെ എന്നറിയാമോ? പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. തൊട്ടു താഴെ ഇനി ഒരു പാരഗ്രാഫ്, ഒരു അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പ്രാർത്ഥനയുടെ ശക്തി, പവർ ഓഫ് പ്രയർ. പ്രാർത്ഥനയ്ക്കപ്പോൾ വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവനും ആ ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ, സത്യസന്ധമായി പ്രാർത്ഥിക്കുന്നവനെ ജനത്തിന് ഇഷ്ടമാണ്. സത്യസന്ധമായി പ്രാർത്ഥിക്കുന്നവനോട് ജനത്തിന് ബഹുമാനമാണ്. പ്രാർത്ഥിക്കുന്നവരെ ദൈവം അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നവരാണ്. സ്വർഗത്തെ ചലിപ്പിക്കുന്നവരാണ്. നമുക്ക് നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി ഇന്ന് ആഗ്രഹിക്കാം. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നോ അത്രമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവരായി നമ്മൾ മാറും. അത്രമാത്രം പ്രിയപ്പെട്ടവരായി നമ്മുടെ ജീവിതം മാറും. നമുക്കിന്ന് ഈ ദിവസം പ്രാർത്ഥിച്ചത് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മളിന്ന് ചിന്തിക്കുവാണ്, നമുക്ക് ഒരു നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ടോ? ജീവിതത്തിൻ്റെ തിരക്കിട്ടുള്ള യാത്രയിൽ അല്പനേരം വചനം തുറന്നു വച്ച് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്നുണ്ടോ? അതോ പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരി കോട്ടം സംഭവിച്ചോ? പ്രാർത്ഥനാ ജീവിതത്തിന് കോട്ടം സംഭവിച്ച എല്ലാ കാര്യത്തിനും കോട്ടം സംഭവിക്കും, കുറവ് സംഭവിക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന ഒരു അടിസ്ഥാനമാണ്. എല്ലാ കാര്യങ്ങളുടെയും നല്ലതായിട്ട് പോകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവന് ആർക്കും കിട്ടാത്ത സഹായം ദൈവത്തിൽ നിന്ന് കിട്ടും. ആർക്കും കിട്ടാത്ത സഹായം ദൈവത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ വരും. നിങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി, ഒപ്പമുള്ള എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടി, രോഗികളായ സിസ്റ്റേഴ്സിനു വേണ്ടി, നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിനെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ കുടുംബം, അവരൊക്കെ ഫോൺ വിളിച്ച് നമ്മളോട് ചില സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രാർത്ഥന വേണം. പ്രാർത്ഥനയുള്ളൊരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, നമ്മളൊരു ഭവനത്തിൽ ചെന്നാൽ നമ്മളിലൂടെ ആ വീട് അനുഗ്രഹമാവും. നമ്മൾ നല്ലൊരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കൈ കൊടുത്താൽ നമ്മളിലൂടെ ആ കൈ കൊടുക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടും. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് അതിൻ്റെ മാറ്റം വരും. നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ ചലനങ്ങൾ നടക്കും. നമ്മളൊരാളോടൊരു കാര്യം പറഞ്ഞാൽ അത് അച്ചട്ടായിട്ട് നടക്കും, അത് സാക്ഷ്യമായിട്ട് വരും. ഇന്ന് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ഇത് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാണ്. പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. തൊട്ടു താഴെ എഴുതിയിരിക്കുന്ന വചനം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഇടയാക്കണമേ, പഠിപ്പിക്കണമേ. അല്പനേരം ദൈവസന്നിധിയിൽ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചെയ്യാൻ അല്ല പഠിക്കേണ്ടത്, പ്രാർത്ഥിക്കാനാണ് പഠിക്കേണ്ടത്. ഒരാൾ പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് എങ്ങനെ അറിയും? പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി മറ്റൊരാളെ ബഹുമാനിക്കുന്ന ഒരാളായിരിക്കും. പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി മറ്റൊരാളെ പരിഹസിക്കുന്ന ഒരാളായിരിക്കില്ല. സത്യസന്ധമായി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി കുറവുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരാളായിരിക്കും.
സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇല്ലാ വചനങ്ങൾ പറഞ്ഞു പിടിപ്പിക്കില്ല. മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പറയില്ല. സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ എങ്ങനെ അറിയാം? ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനയുടെ അളവനുസരിച്ചല്ല, ആ വ്യക്തിയുടെ വാക്കും പെരുമാറ്റവും ജീവിതവും വഴി അറിയാൻ പറ്റും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോന്ന്. പ്രാർത്ഥിക്കുന്ന വ്യക്തി വേറൊരാളെ താഴ്ത്തിക്കെട്ടുകയില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിങ്ങളുടെ അകത്ത് ക്ഷമയ്ക്കൊരു സ്ഥാനമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിനൊരു സ്ഥാനമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവീകമായ കാര്യങ്ങൾക്കൊരു വലിയ സ്ഥാനമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിങ്ങളധികം ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ വിമർശിക്കാൻ പോകില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ ആരെയും കളിയാക്കുകയില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ വേറൊരാളെ വെട്ടിമുറിക്കുന്ന രീതിയിൽ തകർക്കുന്ന വാക്കുകളോ വർത്തമാനങ്ങളോ പറയില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി എല്ലാ കാര്യങ്ങളും അവർ സ്നേഹത്തോടെ ചെയ്യും. ദൈവനാമ മഹത്വത്തിനായി അത് ചെയ്യും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ സഹനത്തിന് സ്ഥാനമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ ക്ഷമയ്ക്ക് സ്ഥാനമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ പരസ്പരമുള്ള സഹകരണത്തിന് സ്ഥാനമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ കൂട്ടായ്മയ്ക്ക് സ്ഥാനമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ കരുതലിന് സ്ഥാനമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തി ആളാകാൻ നോക്കില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി എവിടെയും വലിയ ആളാകാൻ, ആരെയും തോൽപ്പിക്കാൻ, അവരെ തോൽപ്പിച്ച് കയറി നിൽക്കാൻ ഒന്നും ആഗ്രഹിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി അത് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ താഴ്മയോടെ നിൽക്കും. പ്രാർത്ഥിക്കുന്ന, സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കണം. നമുക്കൊത്തിരി കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനുണ്ട്. ഒരു തലമുറ, ഇനി വളർന്നു വരുന്ന ഒരു തലമുറ പ്രാർത്ഥന ഇഷ്ടമില്ലാത്തൊരു തലമുറയാണ്. അവരെ പ്രാർത്ഥനയിൽ ഒപ്പം നിർത്തുക നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ കടമയാണ്. പ്രാർത്ഥിക്കുന്ന അനേകരെ, ആരാധനയുള്ള ഒരു തലമുറയെ, പ്രാർത്ഥനയുള്ള ഒരു തലമുറയെ നമ്മൾ വളർത്തിയെടുക്കണം. അതിനുവേണ്ടി ദൈവം നിയോഗിച്ചവരും വിളിച്ചവരുമാ നമ്മൾ ഓരോരുത്തരും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ കൂട്ടായ്മയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം അത് നടക്കും. നമ്മളിന്ന് പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് എത്രമാത്രം ഇത് അനുഗ്രഹമായി, ഉപകാരമായി എന്നെനിക്കറിയില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് വർദ്ധിപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന, ഓരോ കാര്യവും ദൈവനാമ മഹത്വത്തിനായി നമുക്ക് ചെയ്യാം. ആരെയും പ്രീതിപ്പെടുത്താനോ, അവരുടെ കുറേ നല്ല വാക്ക് കേൾക്കാനോ, സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ പ്രോത്സാഹന വാക്കുകളൊന്നുമല്ല. ദൈവസന്നിധിയിൽ എനിക്ക് ഏറ്റവും നന്മയോടെ ആയിരിക്കണം. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം, മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അബ്രാഹവും ഇസഹാക്കും യാക്കോബും ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും ഹേലിയായും വിശുദ്ധന്മാരും രക്തസാക്ഷികളുമുള്ള സ്വർഗത്തിലേക്ക് മോനെ മോളെ കയറി വാ എന്ന വിളി ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങോട്ട് കയറി വാ എന്ന് കേൾക്കാനിടയാകണം. നമ്മൾ ഇവിടെ ഓടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിലോ എല്ലാം പോയി. മരിച്ച സ്വർഗത്തിലെത്തുമ്പോൾ തല താഴ്ന്ന് നിൽക്കാനിടയാകരുത്. സന്തോഷത്തോടെ നിൽക്കാൻ, ദൈവത്തോടൊപ്പമായിരിക്കാൻ ഭാഗ്യം തരണമേ. അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം ഈ വചനം കേട്ട എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയൊക്കെയോ സഭകളുണ്ട്. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ച ഒത്തിരി സഭകളുണ്ട്. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചു ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എഴുത്തെഴുതിയ 6 സഭകളുണ്ട്. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ച സിസ്റ്റേഴ്സുണ്ട്. ഈ ആലയത്തിലും 1, 2 ദിവസം, 3 ദിവസം, 5 ദിവസമൊക്കെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ചെറിയ കമ്മ്യൂണിറ്റിയായി 5, 6 പേരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു പോയ ഒത്തിരി സിസ്റ്റേഴ്സുണ്ട്. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ആ പ്രാർത്ഥനയെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവരെ, ഇപ്പോൾ ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ, ഒരുപക്ഷെ സിസ്റ്റേഴ്സ് മാത്രമായിരിക്കില്ല, സിസ്റ്റേഴ്സിൻ്റെ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം,
പ്രിയപ്പെട്ടവരായിരിക്കാം കാണുന്നത്. അവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാവരും ചേർന്ന് പറയുമോ? എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രാവശ്യമായി ഇങ്ങനെയൊരു പ്രാർത്ഥന നടത്തുന്നത്. ഏറ്റവും ബഹുമാന്യരായ ശ്രേഷ്ഠരായ സിസ്റ്റേഴ്സിനു വേണ്ടിയുള്ള പ്രാർത്ഥന. ഒരുപാട് സിസ്റ്റേഴ്സ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് കരുതുന്നു. സമൂഹമായി, കൂട്ടായ്മയായി, പ്രാർത്ഥനയോടെ എല്ലാവരും പലതരത്തിലുള്ള പ്രാർത്ഥനകളോടെ ഇരിക്കുന്നവരാണ്. നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളെയൊക്കെ അടച്ച് പറ്റുവാണെങ്കിൽ അല്പനേരം ചെറിയ സ്വരത്തിൽ സാഹചര്യമനുസരിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ബഹുമാന്യരായ ശ്രേഷ്ഠരായ എല്ലാ സിസ്റ്റേഴ്സിനെയും സഭകളെയും ഞങ്ങൾ ഓർക്കുവാണ്. സഭാസ്ഥാപകരെ, സഭയുടെ അധികാരികളായ സിസ്റ്റേഴ്സ്, പ്രൊവിൻഷ്യൽ ജനറൽ അമ്മ, അതോടൊപ്പം അവരുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ, അധ്യാപകർ, നഴ്സുമാർ, ഇടവകകളിൽ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സ്, ഒത്തിരി വയ്യാത്തവരെ നോക്കുന്നവർ, അഗതികളായിട്ടുള്ളവരെ പരിചരിക്കുന്നവർ, ഇങ്ങനെ ഒത്തിരി സേവനങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളോടെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും ഓർത്ത് നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുവാണ്. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ, ഞങ്ങൾ എല്ലാ സിസ്റ്റേഴ്സിനെ ഓർത്ത്, അവർക്ക് ലഭിച്ച ദൈവവിളിയെ ഓർത്ത്, അവർ ചെയ്യുന്ന ശുശ്രൂഷയെ ഓർത്ത്, സഭയെ ഓർത്ത്, സഭാധികാരികളെ ഓർത്ത്, കൂട്ടായ്മയെ ഓർത്ത്, ഈ വചനം കേൾക്കുന്നവരെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയിലായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായ സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സ് വിഷമിക്കുന്ന സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലതരം വേദനകളോടെ ആയിരിക്കുന്ന സിസ്റ്റേഴ്സിനെ, ഡോക്ടർമാരായ സിസ്റ്റേഴ്സിനെ ഓർക്കുന്നു, നഴ്സുമാരായ സിസ്റ്റേഴ്സിനെ ഓർക്കുന്നു, അധ്യാപകരായ സിസ്റ്റേഴ്സിനെ ഓർക്കുന്നു, ആതുര സേവനങ്ങൾ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ ഓർക്കുന്നു, വചനപ്രഘോഷണവുമായി നിൽക്കുന്ന സിസ്റ്റേഴ്സിനെ ഓർക്കും, മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടെ വസ്ത്രങ്ങളൊക്കെ തയ്ക്കുന്ന, അൾത്താരയിലെ വസ്ത്രങ്ങൾ തയ്ക്കുന്ന, പലതരം ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധികം ശ്രദ്ധിക്കാത്ത ചില ജോലികൾ, ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന സിസ്റ്റേഴ്സുണ്ട്. അധികം ആരുടെ ശ്രദ്ധയോ പരിഗണനയോ ഒന്നും വലിയ കാര്യമായി കിട്ടാത്ത ചെറിയ ചെറിയ ജോലികൾ, വലിയ വലിയ ജോലികളൊന്നും ആയിരിക്കില്ല. അവരെയും ചിലപ്പോൾ ആരും ഓർക്കാനുണ്ടാകില്ല. അവരെ ഞങ്ങൾ പ്രത്യേകം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഓർത്ത് ഞങ്ങളുടെ അറിവിലുള്ള, ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളിങ്ങനെ സിസ്റ്റേഴ്സിന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചവർ, നമ്മളെ കരുതിയവർ, നമുക്ക് മരുന്ന് തന്നവർ, ചികിത്സിച്ചവർ, ഭക്ഷണം തന്നവർ, നല്ല വാക്ക് തന്നവർ, പറഞ്ഞു തന്ന എല്ലാ സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊരനുഗ്രഹമായി മാറട്ടെ, നിങ്ങളൊരനുഗ്രഹമായി മാറട്ടെ. ദൈവരാജ്യത്തിനും ലോകത്തിനും ജനത്തിനും ഇടവയ്ക്കും ദേശത്തിനും വീട്ടുകാർക്കും നിങ്ങൾ ഒരനുഗ്രഹമായി മാറട്ടെ, ഒരനുഗ്രഹമായി മാറട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന്
ദൈവവചനം നമ്മൾ കേട്ടത്, പ്രാർത്ഥിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. എല്ലാ സഭകളെയും ഓർത്ത് ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ച ഓരോ സഭകളെയും ഓർക്കുകയാണ്. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാണ്. ഇപ്പോൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് CMC കോൺഗ്രിഗേഷന് വേണ്ടിയാണ്. ആ സഭയിൽപ്പെട്ട 1-2 സിസ്റ്റേഴ്സ് വ്യക്തിപരമായി ഞങ്ങളെ അറിയിച്ചു, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളിവിടെ ഒരു സമൂഹമായിരുന്നാണ് പ്രൗൺഷിപ്പ് ഹൗസിലിരുന്ന് വചനങ്ങളെ കേൾക്കുന്നത്. ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിനും ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഞങ്ങളുടെ അധികാരികൾ, ഞങ്ങളുടെ സഭാസ്ഥാപകൻ, ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. രോഗികളായവരുണ്ട്, പലതരത്തിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ട്, പഠിക്കുന്ന സിസ്റ്റേഴ്സകം പഠിക്കുന്നവരുണ്ട്, ഉപരിപഠനം നടത്തുന്നവർ, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർ. ആ സഭയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് എവിടെയെല്ലാം ശുശ്രൂഷാലയങ്ങളുണ്ടോ, എവിടെയെല്ലാം അവർ അവരുടെ സേവനം ചെയ്യുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചെയ്യാൻ അവരെ കഴിവും പ്രാപ്തിയുമുള്ളവരാക്കി മാറ്റണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. FCC കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. FCC കോൺഗ്രിഗേഷനെ, ആ സഭയുടെ സ്ഥാപകനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു അനുഗ്രഹീതമായൊരു സഭയാണ് FCC കോൺഗ്രിഗേഷൻ. അനേകം സിസ്റ്റേഴ്സുണ്ട്, പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ആ സഭയിൽപ്പെട്ട സിസ്റ്റേഴ്സ് ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതെല്ലാം ഇടവകകളിലാണോ ഈ ഒരു സിസ്റ്റേഴ്സ് ഇവരുടെ സേവനങ്ങൾ ചെയ്യുന്നത്, അധ്യാപകർ, പലതരം ശുശ്രൂഷകൾ ചെയ്യുന്ന, വചനപ്രഘോഷണം, പ്രാർത്ഥന, ആരാധനയുടെ മുമ്പിലിരിക്കുന്നവർ, നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന സകലരെയും ഞങ്ങൾ ഓർക്കുന്നു. സഭയിലെ എല്ലാ അധികാരികളെയും, ഉത്തരവാദിത്തപ്പെട്ട ഓരോ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും, ആ സഭയെയും, മരണം മൂലം വേർപിരിഞ്ഞു പോയ ചില വ്യക്തികളുണ്ട്, അവരെയും അവരോർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം SABS കോൺഗ്രിഗേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. SABS കോൺഗ്രിഗേഷൻ സഭയുടെ സ്ഥാപകനെ ഓർക്കുന്നു. ഒപ്പം അധികാരികളായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആ സഭ ഒത്തിരി പേർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധനയോടെ ഇരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി സിസ്റ്റേഴ്സുണ്ട്. പ്രാർത്ഥനയിൽ മാത്രം ആ സമയവും എല്ലാം മാറ്റിവെച്ചവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ സഭകളെയൊക്കെ ഓർക്കുമ്പോൾ ആ സഭയിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ചില രോഗികളും വിഷമം അനുഭവിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ സഭകളുടെ പേര് പറയുമ്പോൾ അവരവരുടെ സഭയുടെ മാത്രമല്ല, ഏതു സഭയായാലും നമ്മൾ ക്രിസ്തുവിൽ ഒന്നായി നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ സഭയ്ക്കും ഒരു പ്രാർത്ഥന ആവശ്യമാണ്. അത് നമ്മളെ കേൾക്കുന്ന ആരൊക്കെയോ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മളെ കേൾക്കുന്ന ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. SH കോൺഗ്രിഗേഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. SH കോൺഗ്രിഗേഷനെ, സഭയുടെ സ്ഥാപകരെ, ആ കോൺഗ്രിഗേഷനിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും അധികാരികളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾ, വിഷമാനുഭവിക്കുന്നവർ, സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരൊക്കെ കാണും. അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാ ഇടവകളിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. MLF കോൺഗ്രിഗേഷനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഭയെ, ആ സ്ഥാപകരെയും അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഓരോ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എവിടെയെല്ലാം ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഈ സഭയിലെ സിസ്റ്റർ ജോലി ചെയ്യുന്നുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഭയെ, അധികാരികളെ, അവരുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരെയും, പഠിക്കുന്നവരെ, ഉപരിപഠനം നടത്തുന്നവരെ, രോഗികളെ, സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് ജോൺ കോൺഗ്രിഗേഷനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കോൺഗ്രിഗേഷൻ്റെ എല്ലാ അധികാരികളെയും സിസ്റ്റേഴ്സിനെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. MSMI കോൺഗ്രിഗേഷനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവവചന ശുശ്രൂഷയുമായി ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് പേർക്ക് വചനത്തെ കൊടുക്കുന്ന, പ്രാർത്ഥന കൊടുക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി പേർ ആ കോൺഗ്രിഗേഷനിലുണ്ട്. അവരുടെ അധികാരികളെ
എല്ലാ ഇടവകകളിലൊക്കെ ജോലി ചെയ്യുന്നവരെ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, ആ ധ്യാന കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സിനെല്ലാം ഓർത്ത് നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാകട്ടെ. നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെയിൻറ്റ് മർത്താസ് കോൺഗ്രിഗേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ സഭയിലെ സിസ്റ്റേഴ്സ് പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. സെയിൻറ്റ് മർത്താസ് കോൺഗ്രിഗേഷനിലെ പ്രത്യേകം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ അധികാരികളെ എല്ലാ സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടെ വിസിറ്റേഷൻ കോൺഗ്രിഗേഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കോൺഗ്രിഗേഷനിലെ ഓരോ ആവശ്യങ്ങളെയും അധികാരികളെയും സിസ്റ്റേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ സിസ്റ്റേഴ്സിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കണം, സഹോദരി സഹോദരന്മാരെ ഓർക്കണം, അവർ ബന്ധുമിത്രാദികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ അവർക്കൊരു പ്രാർത്ഥന കൊടുക്കാൻ പറ്റുന്ന ചില മിനിറ്റുകളാണിത്, ചില സമയങ്ങളാണിത്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാരിറ്റി കോൺഗ്രിഗേഷനെ പ്രത്യേകം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കോൺഗ്രിഗേഷനിലുള്ളവരെ, അധികാരികളെ, ഉത്തരവാദിത്തപ്പെട്ടവരെ, ശുശ്രൂഷകളെ, ദൈവീകമായ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിയോഗിച്ച ഓരോ വ്യക്തികളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. SD കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ആതുര സേവനങ്ങൾ ചെയ്യുന്ന ഒരു കോൺഗ്രിഗേഷൻ, SD കോൺഗ്രിഗേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സഭയിലെ ഒത്തിരി പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് അവരുടെ കരങ്ങൾ ദൈവകരങ്ങളായി മാറട്ടെ, വാക്കുകൾ ദൈവവാക്കുകളായി മാറട്ടെ. അധികാരികളെ നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. DST കോൺഗ്രിഗേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. DST കോൺഗ്രിഗേഷനെ, അവരുടെ സഭയിലെ മുഴുവൻ അംഗങ്ങളെയും അധികാരികളെയും ശുശ്രൂഷകളെയും ഓർത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. SKD സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭാസ്ഥാപകനെ ഓർക്കുന്നു. ആ സഭയിലെ പ്രത്യേകിച്ച് ഈ വയനാട്ടിലൊക്കെ ഒരുപാട് സിസ്റ്റേഴ്സ്, SKD കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരുടെ ശുശ്രൂഷകളൊക്കെ ഒരുപാട് പേർക്ക് സന്തോഷമാണ്, അനുഗ്രഹമാണ്, ഒത്തിരി ഒരു അനുഗ്രഹമാണ്. ആ സഭയിലെല്ലാ അധികാരികളെയും അവർ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബദനി സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബദനീസ് കോൺഗ്രിഗേഷൻ ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അധികാരികളെ, അധ്യാപകരെ, ഒത്തിരി ഇടവകകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന മലങ്കര കോൺഗ്രിഗേഷൻ, മെദനി കോൺഗ്രിഗേഷൻ, അവരെ ഓർത്ത് എല്ലാ സിസ്റ്റേഴ്സിനെയും അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലിറ്റിൽ അപ്പോസ്റ്റിൽ ഓഫ് റിഡംഷൻ എന്ന കോൺഗ്രിഗേഷനെ പ്രത്യേകം ഓർക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ഈ സഭയിലുള്ള ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം അറിയിക്കുകയാണ്. എല്ലാ 2ാം ശനിയാഴ്ചകളിലുമാണ്, എല്ലാമെന്നല്ല, പറ്റുന്നിടത്തോളം അതൊരു അനുഗ്രഹമാകുമെങ്കിൽ, ഉപകാരമാകുമെങ്കിൽ കുറച്ച് 1-2 ആഴ്ചകൾ കൂടി പ്രാർത്ഥന ഇങ്ങനെ സാഹചര്യം പോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കുന്നിടത്തോളം അത് 2ാം ശനിയാഴ്ച ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ബലമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമാണ്. നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് സാധ്യമെങ്കിൽ മുട്ടിന്മേൽ നിൽക്കാം. സാധ്യമെങ്കിൽ അനേകരെ നേർവഴിക്ക് നടത്താൻ ദൈവം നിയോഗിച്ചവരാണ്. നമ്മുടെ കണ്ണുകളടച്ച് ഈ പാട്ടിൻ്റെ വരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഈ പാട്ടൊന്ന് പാടി പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഞങ്ങളുടെ സഭയെ, ഈ പറഞ്ഞു പ്രാർത്ഥിച്ച സഭകളുണ്ട്, ഇനി പേര് പറഞ്ഞിട്ടില്ലാത്ത സഭകളുണ്ട്, എന്നെ കേൾക്കുന്നവരുണ്ടാകും. ഞങ്ങൾ അവരെ ഓർക്കുന്നുണ്ട്. ആരെയും വിട്ടതല്ല. ഞങ്ങൾക്ക് അവരുടെ ആ പ്രത്യേകിച്ച് അറിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറയാത്തതാണ്. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരെഴുത്തെഴുതുക. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. ഏതായാലും ഇതിൽ പങ്കെടുക്കുന്ന ഓരോ സിസ്റ്റേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സിൻ്റെ മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം എല്ലാം ഉണ്ടാകട്ടെ, നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥനയോടെ കണ്ണുകളടച്ച് ഈ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുവാണ്. അതിനുശേഷം നമ്മൾ ഈശോയുടെ ആശീർവാദത്തെ സ്വീകരിക്കുകയാണ്.
ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൻ തീരമൊന്നും കാണില്ല. ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൻ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ നന്ദിയോടെ ഓർക്കുന്നു. സമൂഹമായി, കൂട്ടായ്മയായി 3-4 പേര് ഒരുമിച്ച്, 10-20 പേര് ഒരുമിച്ച് ഒക്കെ പ്രാർത്ഥിച്ചവരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കാണുന്നു. ഏറ്റവും ശ്രേഷ്ഠരായി നിങ്ങളെ കാണുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷ ഒരു അനുഗ്രഹമാകട്ടെ. ഈ പ്രാർത്ഥന അല്പനേരം ഉള്ളുവെങ്കിലും അതൊരു വിടുതലിനും ഒരു സൗഖ്യത്തിനും ഒരു ദൈവാനുഗ്രഹത്തിനും കാരണമാകട്ടെ. നമുക്കൊന്നു ചേർന്നൊരിക്കൽ കൂടി പറ്റുന്നതുപോലെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളെ സമർപ്പിക്കുന്നു, ഭാരങ്ങളെ, ഉത്കണ്ഠകളെ, ആകുലതകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിൽ രോഗികളായിട്ടുള്ളവരെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയവരുണ്ട്. അധ്വാനിച്ചവർ, ഈ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച് മരണം മൂലം വേർപിരിഞ്ഞു പോയവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അധികാരികൾ അനുഗ്രഹമാകട്ടെ, അവരുടെ തീരുമാനം അനുഗ്രഹമാകട്ടെ. അവർ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരായി തീരട്ടെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ കൊടുക്കുന്നവരാകട്ടെ. പ്രാർത്ഥിക്കുവാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമുക്കല്പനേരം ഒന്ന് കരങ്ങളെ അല്പം യാചനാപൂർവ്വം പിടിച്ച് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും അധികാരികളെയും സഹപ്രവർത്തകരെയും ഞങ്ങളുടെ കോൺവെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവരെയും ഞങ്ങളുടെ ഇടവകയെയും ആരോഗ്യത്തെയും ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകളെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു, സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും
പരസ്പരം ആർക്കൊക്കെ അയച്ചു കൊടുക്കാൻ കഴിയുമോ അയച്ചു കൊടുക്കുക. പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി, സ്നേഹത്തിനും കരുതലിനും പ്രോത്സാഹനത്തിനും നന്ദി. വീണ്ടും അടുത്ത മാസം 2-ാം ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും ഒക്കെ ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം, നല്ലൊരു മാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ. അന്ത്യം വരെ ആ ചൂടുമതി യേശുവൻ്റെ കൂടെ മതി.